ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും ചോദ്യ പേപ്പേഴ്സ് STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കുക. നമുക്കിവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ചോദ്യം എ, ചുമരിൽ തൂക്കിയിട്ട് ഈ ഭൂപടത്തിലെ ദിശ എങ്ങനെ കണ്ടെത്താം? ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം വടക്ക് ദിശയാണ്, ചുവടുഭാഗം വടക്കിന് നേരെ ഓപ്പോസിറ്റ് തെക്ക് ദിശയാണ്, വലതുഭാഗം പടിഞ്ഞാറ് ദിശയാണ്, ഇടതുഭാഗം പടിഞ്ഞാറിൻ്റെ ഓപ്പോസിറ്റ് കിഴക്ക് ദിശയാണ്. ചോദ്യം ബി, ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരെഴുതുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പേര് തന്നെയാണ്. എന്താണ് ഉപകരണം? വടക്ക് നോക്കി യന്ത്രം. പ്രവർത്തനം 2, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. നമുക്കിവിടെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന ഒരു മാതൃകയാണ് തന്നിട്ടുള്ളത്. എന്താണ് ചിത്രത്തിൽ നോക്കിക്കേ? തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടം ഏതാണെന്ന് തന്നിട്ടില്ല. പിന്നെ പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, അത് കഴിഞ്ഞിട്ടുള്ളതും തന്നിട്ടില്ല. പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, പിന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, മൂന്നാമതായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തെരഞ്ഞെടുപ്പ് പ്രചരണം, അത് കഴിഞ്ഞ ശേഷം വോട്ടെടുപ്പ്, അവസാനം വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ചോദ്യം ബി, തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ എഴുതുക. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇങ്ങനെ 5 ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. ഇനി 5 പഠിച്ചു പോവുക. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ചോദ്യം എങ്ങനെ വരാം? തെരഞ്ഞെടുപ്പിൻ്റെ 5 ധർമ്മങ്ങൾ എഴുതുക എന്ന് വരാം. അപ്പോൾ നമുക്ക് 5 എഴുതേണ്ടി വരും. സോ 5 പഠിച്ചു പോവുക. പ്രവർത്തനം 3, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യജീവിതത്തിൽ വരുത്തിയ ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ചോദ്യം എ, മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ചക്രങ്ങളുടെ വരവോടെ മനുഷ്യജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? സഞ്ചാരം വേഗത്തിലായി, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു, അധ്വാനഭാരം കുറഞ്ഞു, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. ചോദ്യം ബി, ഇന്ന് നാം ഉപയോഗിക്കുന്ന 3 പ്രധാന ഗതാഗത മാർഗങ്ങളും അവയ്ക്കുള്ള ഓരോ ഉദാഹരണങ്ങളും ചേർത്ത് പട്ടികപ്പെടുത്തുക. ആദ്യത്തേത് കരഗതാഗതമാണ്. കരഗതാഗതത്തിന് ഒരു ഉദാഹരണം റോഡ് ഗതാഗതവും, പിന്നെ അതുപോലെ റെയിൽ ഗതാഗതമുണ്ട്. പിന്നെ ജലഗതാഗതം, അതിനൊരു ഉദാഹരണം സമുദ്ര ഗതാഗതം. പിന്നെ അതുകൂടാതെ ഉൾനാടൻ ജലഗതാഗതമുണ്ട്. പിന്നെ വ്യോമഗതാഗതത്തിന് ഉദാഹരണം ദേശീയ വ്യോമഗതാഗതം അല്ലെങ്കിൽ അന്തർദേശീയ വ്യോമഗതാഗതം. ചോദ്യം സി, ലോകത്തെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഏതാണ്? ഏത് രാജ്യത്താണ്? ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, ജർമ്മനി. ഉത്തരം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. പ്രവർത്തനം 4, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കൂ. ജനാധിപത്യ സംവിധാനത്തിൽ ഡാഷ് പരമമായ അധികാരം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും ഡാഷ് ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, സ്വതന്ത്രവും നീതിപൂർവകവുമായ ഡാഷ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഡാഷ് വാർത്താ മാധ്യമങ്ങൾ, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഡാഷ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇത്രയും ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആ വിട്ടുപോയ ഭാഗങ്ങൾ, ആ ഡാഷ് എന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തേത്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇക്കാര്യങ്ങൾ പഠിച്ചു പോവുക. പ്രവർത്തനം 5, വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് വിളംബരത്തിലൂടെ ആളുകളെ അറിയിക്കുന്ന രംഗമാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ചോദ്യം എ, ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? മുഖചലനങ്ങൾ, ചിഹ്നങ്ങൾ, ആംഗ്യങ്ങൾ, തീയും പുകയും. ചോദ്യം ബി, സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, സംസ്കൃതം, ചൈനീസ്. ക്യൂണിഫോം ലിപിയാണ് കേട്ടോ. ചോദ്യം സി, ആധുനിക കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഫോൺ, കത്ത്, ടെലിവിഷൻ, റേഡിയോ, പത്രം, ഓൺലൈൻ മാധ്യമങ്ങൾ. ഇതെല്ലാം നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ്. പ്രവർത്തനം 6, ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക. നമുക്കവിടെ ഇന്ത്യയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ഇനി അത് സംബന്ധിച്ച് തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കൂ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്?
അതുപോലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നോക്കിക്കേ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം മാഹിയാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രവർത്തനം 7. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിച്ചുവല്ലോ. നമുക്കവിടെ വാണിയകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ തന്നിട്ടുണ്ട്. ചോദ്യം നോക്കൂ. ചോദ്യം എ. തന്നിരിക്കുന്ന സൂചികകൾ ഭൂപടത്തിലെ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തുക. ആദ്യത്തേത് ജില്ലാ അതിർത്തിയാണ്, രണ്ടാമത്തേത് പഞ്ചായത്ത് അതിർത്തിയാണ്, മൂന്നാമത്തേത് റെയിൽപാതയാണ്, നാലാമത്തേത് നദിയാണ്. ചോദ്യം ബി. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? റെയിൽപാതയാണ്. നിങ്ങളുടെ സ്വന്തം നാട്ടിലെ 2 ഭൂമി സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ നാട്ടിലെ മണ്ണോ അല്ലെങ്കിൽ കാലാവസ്ഥയോ അല്ലെങ്കിൽ കൃഷിയോ അങ്ങനെ എന്തിനെ കുറിച്ചായാലും വേണ്ടിയില്ല, 2 ഭൂമി ശാസ്ത്ര സവിശേഷതകൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ മക്കളെ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും ഒന്ന് പഠിച്ചു പോവണേ, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റ് വിഷയങ്ങളുടെ ചോദ്യ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. സോഷ്യൽ സയൻസിൻ്റെ ഓൾറെഡി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.